ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ വെക്ടർ സ്പേസിന്റെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ Rn ആണ്. Rn എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ n ട്യൂപ്പിൾസ് വെർ എൻട്രീസ് ഓഫ് n ട്യൂപ്പിൾസ് ഈസ് ഫ്രം R മീൻസ് റിയൽ നമ്പേഴ്സ് കേട്ടോ. അപ്പൊ റിയൽ നമ്പേഴ്സിന്റെ n ട്യൂപ്പിൾസിന്റെ കളക്ഷൻ ആണ് Rn എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വെക്ടർ സ്പേസ് ആണ്, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇവിടെ രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. u plus v for any u comma v belongs to Rn, u plus v is equal to n ട്യൂപ്പിൾസ് ആണ് വരുന്നത് അല്ലേ. യു എന്ന് പറഞ്ഞാൽ u1 u2 എക്സെട്ര യു എന്നുള്ള n ട്യൂപ്പിൾ ആണ്. കണ്ടോ, അവിടുത്തെ ആൾക്കാർ എന്ന് പറയുന്ന n ട്യൂപ്പിൾ ആണ്. ഫുള്ള് ആ സെറ്റിലുള്ള ആൾക്കാർ മുഴുവനും n ട്യൂപ്പിൾസ് ആണ്. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ u1 u2 എക്സെട്ര യു എൻ ആണ്. വി എന്ന് പറഞ്ഞാൽ v1 v2 എക്സെട്ര വി എൻ ആണ്. അപ്പോൾ യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ് ആഡ് ചെയ്യുക, സെക്കൻഡ് എലമെന്റ് ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ സ്കെയിലാർ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. KU1 KU2 എക്സെട്ര KUN എന്നുള്ള n ട്യൂപ്പിളാണ് വരുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് Rn ഒരു വെക്ടർ സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റും 6 ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ പ്രൂവ് ചെയ്തപ്പോൾ എല്ലാം 1 2 3 മുതൽ 10 വരെ പ്രൂവ് ചെയ്ത് പോയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 1ഉം 6ഉം ചെയ്തിട്ട് ബാക്കിയുള്ളത് ചെയ്താൽ മതിയാവും കേട്ടോ, ഇനിയുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ u പ്ലസ് വി എടുക്കുമ്പോൾ ഇതാണ് വരുന്നത്. u1 u2 പ്ലസ് എക്സെട്ര u1 u2 എക്സെട്ര യു എന്നുള്ള n ട്യൂപ്പിൾ പ്ലസ് v1 v2 എക്സെട്ര വി എന്നുള്ള n ട്യൂപ്പിൾ. യു എന്ന് പറഞ്ഞാൽ ഇതാണ്, വി എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം അവിടുത്തെ ആൾക്കാർ n ട്യൂപ്പിൾസ് അല്ലേ. അപ്പോൾ അത് u1 പ്ലസ് v1 ഇതും ഒരു n ട്യൂപ്പിൾ തന്നെയാണ്. സം എടുക്കുമ്പോൾ ആ സമ്മ് അഡീഷൻ പ്രകാരമുള്ള സം എടുക്കുമ്പോൾ ആ സമ്മും ഒരു n ട്യൂപ്പിൾ തന്നെയാണ്. അതുകൊണ്ട് u പ്ലസ് വി എവിടെ ഉണ്ടാവും? Rnൽ. Rn എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ n ട്യൂപ്പിൾസ് അല്ലേ. അപ്പോൾ ഈ n ട്യൂപ്പിളും Rnൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ വേണമെങ്കിൽ ആറാമത്തെ കണ്ടീഷൻ എഴുതിക്കോ നോട്ടിലേക്ക് എഴുതുമ്പോൾ ആദ്യം. അത് രണ്ടുണ്ടെങ്കിലല്ലേ പിന്നെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ആറാമത്തെ കണ്ടീഷൻ പറയാം. ആറാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് k is any scalar then k into u, that is k into the n tuple u1 u2 etc un is equal to ku1 ku2 etc kun. അതും എന്ത് തന്നെയാണ്? അവർ n ട്യൂപ്പിൾ തന്നെയാണ്. അതുകൊണ്ട് അതും എവിടെ ഉണ്ടാവും? Rnൽ ഉണ്ടാവും. അപ്പോൾ ആറാമത്തെ കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ u പ്ലസ് വിയും വി പ്ലസ് യും സെയിം ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഇതാണ്. u1 u2 എക്സെട്ര യു എൻ പ്ലസ് v1 v2 എക്സെട്ര വി എൻ എടുത്താൽ അത് ഇതാണ് വരുന്നത്. അപ്പോൾ u1 v1 എന്ന് പറയുന്നതും u1 പ്ലസ് v1 എന്ന് പറയുന്നതും v1 പ്ലസ് u1 എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. അപ്പോൾ അതിനെ തിരിച്ചെഴുതി, ഇതിനെയും തിരിച്ചെഴുതി, ഇതിനെയും അത് തിരിച്ചെഴുതി. ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ v1 v2 എക്സെട്ര വി എൻ പ്ലസ് u1 u2 എക്സെട്ര യു എൻ എന്ന് എഴുതാം. ദാറ്റ് ഈസ് v പ്ലസ് യു എന്ന് എഴുതാം. Hence we have u plus v equal to v plus u. അതുപോലെ അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യാം. u plus v plus w equal to u1 u2 എക്സെട്ര യു എൻ പ്ലസ് v plus w ഞാൻ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരും v plus w. ഇത് ആഡ് ചെയ്യുമ്പോൾ u1 plus v1 plus w1 u2 plus v2 plus w2 എക്സെട്ര എക്സെട്ര un plus vn plus wn വരും. ഇനി നമുക്കറിയാം റിയൽ നമ്പേഴ്സ് അസോസിയേറ്റീവ് ആണ് അല്ലേ. ഫസ്റ്റത്തേനോട് കൂടി രണ്ടാമത്തെ മൂന്നാമത്തെ ആഡ് ചെയ്യണതും ഫസ്റ്റ് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് അതോടുകൂടി മൂന്നാമത്തെ ആഡ് ചെയ്യുന്നതൊക്കെ സെയിം തന്നെ. റിയൽ നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്താലും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അവിടെ അസോസിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് u1 v1 പ്ലസ് w1 എഴുതിയാൽ തെറ്റൊന്നുമില്ല. അതുപോലെ ഇതിനെ മാറ്റി എഴുതാം. ഇതിനെ നമുക്ക് u2 പ്ലസ് v2 പ്ലസ് w2 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് എൻട്രിക്ക് പകരം u പ്ലസ് വി എഴുതാം. ലാസ്റ്റ് എൻട്രീനെ w എന്ന് എഴുതാം. അപ്പോൾ എന്താ? u പ്ലസ് വി പ്ലസ് w എന്തിന് ഈക്വലാന്ന് കിട്ടി? u പ്ലസ് വി പ്ലസ് wന് ഈക്വലാന്ന് എഴുതാൻ പറ്റും. അതായത് അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് വേണ്ടത് സീറോ എലമെന്റ് ഉണ്ടായിരിക്കണം. അതായത് യു എന്ന് പറയുന്ന എൻ ട്യൂപ്പിളിനോട് കൂടി വേറൊരു എൻ ട്യൂപ്പിൾ സീറോ എന്ന് പറയുന്ന എൻ ട്യൂപ്പിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് യു തന്നെ ഉത്തരം കിട്ടണം. അങ്ങനെ ഒരു എൻ ട്യൂപ്പിൾ ആണ് സീറോ എൻ ട്യൂപ്പിളായിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്കറിയാം സീറോ എന്ന് പറയുന്ന എൻ ട്യൂപ്പിൾ, അതായത് എല്ലാ എൻട്രീസും സീറോ വരുന്ന എൻ ട്യൂപ്പിൾ എടുത്താൽ നമ്മുടെ യുവിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴും സീറോ യുവിനോട് കൂടി ആഡ് ചെയ്താലും യു സീറോയോട് കൂടി ആഡ് ചെയ്താലും ഉത്തരം നമുക്ക് എന്ത് തന്നെ കിട്ടുക? യു തന്നെ കിട്ടുക അല്ലേ. അഡീഷൻ്റെ ഡെഫിനേഷൻ പ്രകാരം ഉത്തരം നമുക്ക് യു തന്നെ കിട്ടുക. അപ്പോൾ അവിടുത്തെ സീറോ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ ട്യൂപ്പിൾ ഓഫ് സീറോസ് ആണ് കേട്ടോ. വെറുതെ സീറോ അല്ല. നൊട്ടേഷൻ നമ്മൾ വെറുതെ സീറോ എന്നാണ് കൊടുക്കുക. ഇപ്പം മെട്രിക്സ് സീറോ മെട്രിക്സിനാണെങ്കിൽ നമ്മൾ വെറുതെ സീറോ എന്ന് നൊട്ടേഷൻ കൊടുക്കാറില്ല. അതുപോലെ നൊട്ടേഷൻ നമ്മൾ സീറോ എന്നാണ് കൊടുക്കണമെങ്കിലും ഇറ്റ് ഈസ് ദ എൻ ട്യൂപ്പിൾ സീറോ. ഇവിടുത്തെ കേസിൽ സീറോ എലമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറയുന്നത് ദ എൻ ട്യൂപ്പിൾ സീറോയാണ്. കാരണം അവിടെ എല്ലാം എലമെന്റ്സും
n ട്യൂപ്പിളിന്റെ ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ 0 എലമെന്റും വെറുതെ 0 ആയിരിക്കില്ല, n ട്യൂപ്പിൾ 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? അതുപോലെ അടുത്തത് നെഗറ്റീവ് എലമെന്റ്. ഏത് എലമെന്റ് Rn നിന്ന് എടുത്തിട്ടുണ്ടെങ്കിലും u belongs to Rn എടുത്താലും there exists an element minus u belongs to Rn such that യുവും മൈനസ് യുവും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അപ്പോൾ മൈനസ് യുവിനെ എങ്ങനെ എടുത്താൽ മതി? -u1 -u2 എക്സെട്ര എക്സെട്ര -un എടുത്താൽ മതി. അപ്പോൾ u പ്ലസ് മൈനസ് യു ചെയ്യുമ്പോൾ നമുക്ക് 0 n ട്യൂപ്പിൾ 0, അതായത് 0 എലമെന്റ് കിട്ടും. അപ്പോൾ മൈനസ് നെഗറ്റീവ് എലമെന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി ആറാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞതാണ്. ഏഴാമത്തെ കണ്ടീഷൻ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ആണ്. അപ്പോൾ k ഇൻറ്റു യു പ്ലസ് വി, കെ ഏതെങ്കിലും ഒരു സ്കെയിലാർ ആണ്. k ഇൻറ്റു യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ KU1 പ്ലസ് KV1, KU2 പ്ലസ് KV2 എക്സെട്ര എക്സെട്ര KUN പ്ലസ് KVN ആണ് വരിക, n ട്യൂപ്പിൾ. ഇനി അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ രണ്ടെണ്ണത്തിൻ്റെ സമ്മായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ KU ആണ്, ഇതെന്ന് പറഞ്ഞാൽ KV ആണ് അല്ലേ? U1 ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കൂടി k ഔട്ട് സൈഡ് എടുത്താൽ k ഇൻറ്റു യു എന്ന് കിട്ടും. ഇതാണെങ്കിൽ k ഇൻറ്റു വി എന്ന് കിട്ടും. അപ്പോൾ അത് KU പ്ലസ് KV ആണ്. അപ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഉണ്ട്. ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ചുമ്മാ എഴുതി വെച്ചാൽ മതി. ഇതും കിട്ടും. കെയും എമ്മും രണ്ട് സ്കെയിലേഴ്സ് ആണെങ്കിൽ k പ്ലസ് എം ഇൻറ്റു യു ചെയ്താൽ KU പ്ലസ് MU എന്ന് എഴുതാൻ പറ്റും. നിങ്ങളിവിടെ യുവിന് പകരം U1 U2 എക്സെട്ര UN എഴുതുക, ഈ k പ്ലസ് എം ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് അത് സമ്മാക്കി എഴുതിയിട്ട് വീണ്ടും നമ്മൾ ഇതിൽ ചെയ്തില്ലേ അതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ഇത് കിട്ടും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഈ സൈഡ് എടുത്ത് അതും ചെയ്ത് നോക്കുക, ഈ സൈഡ് എടുത്ത് ഇതും ചെയ്ത് നോക്കുക, രണ്ടിനും സെയിം ഉത്തരം LHS ഉം RHS ഉം സെയിം അല്ലേ കിട്ടണേന്ന് ചെക്ക് ചെയ്താൽ മതി. അതിപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. നോട്ടിലേക്ക് എഴുതുമ്പോൾ അടുത്തതും അതെ, അതങ്ങനെ തന്നെയും അതും അതെ അങ്ങനെ തന്നെ ചെയ്താൽ മതി. കെയും എമ്മും സ്കെയിലാർസ് ആണ്. അപ്പോൾ k ഇൻറ്റു MU ചെയ്യുമ്പോൾ KM ഇൻറ്റു യു ചെയ്യുന്നതും ഇതും ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം രണ്ടും സെയിം ആയിരിക്കും എന്ന് കാണിച്ചാൽ മതി. ഇവിടെ യുവിൻ്റെ പ്ലേസിൽ n ട്യൂപ്പിൾ യു കൊടുക്കുക, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി, രണ്ട് സൈഡും കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, ഇതിലൊക്കെ ചെയ്ത പോലെ. അപ്പോൾ അത് രണ്ടും നിങ്ങൾ വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഒന്ന് വിശദീകരിച്ച് രണ്ട് സ്റ്റെപ്പാക്കിയിട്ട് എഴുതിക്കോളൂ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ദർ എക്സിസ്റ്റ് സ്കെയിലാർ k = 1. ഏത് സ്കെയിലാർ വേണമെങ്കിലും എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഇൻ പെർട്ടിക്കുലർ കെയുടെ വാല്യൂ നമ്പർ 1 എടുക്കുകയാണെങ്കിൽ 1 ഇൻറ്റു യു ഈക്വൽ ടു n ട്യൂപ്പിളിനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, ആ യു തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ 1 ഇൻറ്റു യു ഈക്വൽ ടു യു എന്ന് കിട്ടും. അപ്പോൾ അവിടെ എല്ലാ ആക്സിയംസും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് Rn ഒരു വെക്റ്റർ സ്പേസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം വെരിഫൈ ചെയ്യേണ്ടത് കേട്ടോ. ഒരു പ്രോബ്ലം എന്തായാലും ചോദിക്കും. അടുത്ത എക്സാമ്പിൾ ദ വെക്റ്റർ സ്പേസ് ഓഫ് ഇൻഫിനിറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. നേരത്തെ നമ്മൾ n ട്യൂപ്പിൾ എടുത്ത് ചെയ്തു. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ്ലി n വെച്ച് സ്റ്റോപ്പ് ചെയ്യില്ല, പിന്നെ അവിടെ നിന്ന് കുറേ എൻട്രീസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ട്യൂപ്പിൾ, ഇൻഫിനിറ്റ് ട്യൂപ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു എലമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. വി കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് ഓഫ് ദ ഫോം u ഈക്വൽ ടു u1 u2 എക്സെട്ര un ഈക്വൽ ടു എക്സെട്ര. അവസാനിക്കുന്നില്ല, മറ്റേത് എന്നിൽ വെച്ച് അവസാനിച്ചിരുന്നു. ഇതൊരു ഇൻഫിനിറ്റ് ട്യൂപ്പിൾ ആണ്. അപ്പോൾ സെയിം n ട്യൂപ്പിളിൻ്റെ ചെയ്ത അതേ സ്റ്റെപ്സ് ഇതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്താൽ മതി. അവിടെ n വെച്ച് അവസാനിക്കുന്നതിന് പകരം ഇവിടെ കോമ ഇട്ടിട്ട് എക്സെട്ര ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. സെയിം തന്നെ ആക്സിയംസും അഡീഷൻ കണ്ടോ അതേപോലെ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 1 ഫസ്റ്റ് ആഡ് ചെയ്യുന്നു, സെക്കൻഡ് ആഡ് ചെയ്യുന്നു, അങ്ങനെ കിട്ടുന്നത് ഒരു ഇൻഫിനിറ്റ് ട്യൂപ്പിളാണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും അതെ ആ രീതിയിൽ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്നത് ഒരു ഇൻഫിനിറ്റ് ട്യൂപ്പിൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ആ എഴുതി തന്ന പ്രോബ്ലമില്ലേ തൊട്ട് മുമ്പ് അതേപോലെ കണ്ടിന്യൂ ചെയ്താൽ മതി, അതേ സെയിം സ്റ്റെപ്സ് തന്നെ എഴുതിയാൽ മതി. എന്നെ വെച്ച് അവസാനിപ്പിക്കാതെ ഒരു കോമ ഇട്ടിട്ട് എക്സെട്രയും കൂടി ഇട്ട് കൊടുക്കുക, അതാ വേണ്ടു. എല്ലാം അതേപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രോബ്ലം എഴുതി വയ്ക്കുക, നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. Rn എന്നുള്ളതിന് പകരം ഇവിടെ R ഇൻഫിനിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Rn എന്ന് പറയുമ്പോൾ n ട്യൂപ്പിൾസിൻ്റെ കളക്ഷൻ, R⁻∞ എന്നിവിടെ എഴുതുമ്പോൾ അത് ഇൻഫിനിറ്റ് ട്യൂപ്പിൾസിൻ്റെ കളക്ഷൻ. ഓക്കെ, അതും അപ്പോൾ വെക്റ്റർ സ്പേസ് ആണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് പ്രോബ്ലം ആക്കി എഴുതിക്കോളൂ കേട്ടോ. മറ്റേത് എഴുതിയ കാരണം ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടില്ലേ, പക്ഷേ നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ 10 കണ്ടീഷനും വരത്തക്ക രീതിയിൽ എഴുതിക്കോളൂ. 1ഉം 6ഉം ആദ്യം എഴുതുക, ബാക്കിയുള്ളത് അതിൻ്റെ പിന്നാലെ എഴുതി കൊടുക്കുക. അടുത്ത എക്സാമ്പിൾ വെക്റ്റർ സ്പേസ് ഓഫ് 2 by 2 മെട്രീസസ്.
അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവിടെ n ട്യൂപ്പിൾസ് അല്ലേ കൺസിഡർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ട്യൂപ്പിൾസ് അല്ലേ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഈ സെറ്റിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആൾക്കാർ മെട്രീസസ് ആണ്. എല്ലാ 2x2 മെട്രീസസുമാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെൻറ്റ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻസ് u പ്ലസ് വി എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മെട്രിക്സ് യു പ്ലസ് മെട്രിക്സ് വി ആണ് കേട്ടോ. മെട്രിക്സ് യുവിനെ നമ്മൾ 2x2 മെട്രിക്സ് അല്ലേ, അതുകൊണ്ട് u11 u12 u21 u22 നിർത്തിട്ടുണ്ട്, v11 v12 v21 v22 നിർത്തിട്ടുണ്ട്. വിനെ മെട്രിക്സ് അഡീഷൻ അറിയാലോ, കമ്പോണൻസ് ആഡ് ചെയ്യുക. അതാ ഇങ്ങനെയാണ് അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ. അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സ്കെയിലാർ കൊണ്ട് മെട്രിക്സിലെ എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സെറ്റ് ഈ രണ്ട് ഓപ്പറേഷൻസും വെച്ചിട്ട് ഒരു വെക്റ്റർ സ്പേസ് ഫോം ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻസ്, അതായത് 1ഉം 6ഉം ഇത് തന്നെ എടുത്താൽ മതി, ഈ സ്റ്റെപ്സ് തന്നെ എഴുതിയാൽ മതി. ഇതെഴുതുക ആൻഡ് ദിസ് ബിലോങ്സ് ടു വി. ഇത് ഒരു 2x2 മെട്രിക്സ് ആണല്ലോ. വി എന്ന് പറഞ്ഞാൽ എല്ലാ 2x2 മെട്രിക്സിൻ്റെയും കളക്ഷനാണ്. അപ്പോൾ ഇതും ഒരു 2x2 മെട്രിക്സ് ആണ്. ഈ സം എന്ന് പറയുന്നതും ഒരു 2x2 മെട്രിക്സ് ആണ്. അതുകൊണ്ട് അത് വിക്കകത്ത് വരും. അപ്പോൾ ഒറ്റ സ്റ്റെപ്പ് ചേർത്താൽ മതി. ദിസ് ബിലോങ്സ് ടു വി എന്ന് എഴുതിയ ഫസ്റ്റ് കണ്ടീഷനായി. അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരവും അതും എന്ത് തന്നെയാണ്, ഒരു 2x2 മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ ഇതും ബിലോങ്സ് ടു വി എന്ന് എഴുതിയ 6th സ്റ്റെപ്പായി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് അങ്ങനെ എഴുതുക. പിന്നത്തെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പാണ് വേണ്ടത്, സെക്കൻഡ് ആക്സിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാതെ അവിടെ ചെയ്തിട്ടിട്ടുണ്ട്. മെട്രിക്സ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ. ഓക്കെ, കണ്ടോ, ആഡ് ചെയ്ത സെയിം തന്നെയല്ലേ കിട്ടുക. അപ്പോൾ അത് ഈ സ്റ്റെപ്പ് എഴുതിയാൽ മതി. പിന്നത്തെ മൂന്നാമത്തെ ആക്സിയം എന്ന് പറയുന്നത് 0 എലമെൻ്റ് ആണ് വേണ്ടത്. മൂന്നാമത്തെ ആക്സിയം എന്ന് പറഞ്ഞാൽ മെട്രിക്സിൻ്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി, മെട്രിക്സ് അഡീഷൻ്റെ കമ്മ്യൂട്ടേറ്റിവിറ്റിയാണ്. അത് ഈ പറഞ്ഞ പോലെ അസോസിയേറ്റിവിറ്റിയാണ്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അതായത് ഇത് u പ്ലസ് വി പ്ലസ് ഡബ്ല്യു എടുക്കുക, 3 എണ്ണം. എന്നിട്ട് അവസാനത്തെ 2 എണ്ണം ആദ്യം ആഡ് ചെയ്യുക, അതോടുകൂടി ഫസ്റ്റത്തെ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടണ ഉത്തരവും. അതുപോലെ പിന്നെ u പ്ലസ് വി പ്ലസ് ഡബ്ല്യുവും ചെയ്യുക. ആ 3 എണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും രണ്ടും സെയിം ആണ് എന്നുള്ളത് കാണിക്കുക. ഓക്കെ, അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പായി. നാലാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അതായത് 0 എലമെൻറ്റിനെ 0 വെക്ടറിനെ കണ്ടുപിടിക്കില്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഏതാണ്, ഒരെണ്ണം കൂടി എടുത്തിട്ട് u പ്ലസ് വി പ്ലസ് ഡബ്ല്യു, എന്നിട്ട് അതിൽ വിയും ഡബ്ല്യു ആഡ് ചെയ്യുക, പിന്നെ അതിനോടുകൂടി യു ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടണ ഉത്തരം LHS ആദ്യം കണ്ടുപിടിക്കുക, പിന്നെ u പ്ലസ് വി ആദ്യം ചെയ്യുക, പിന്നെ പ്ലസ് ഡബ്ല്യു ചെയ്യുക. അപ്പോൾ കിട്ടണ ഉത്തരം അത് RHS ആയിട്ട് എടുക്കുക. അപ്പോൾ LHSും RHSും സെയിം ആണ് എന്നുള്ളത് കാണിക്കുക അങ്ങനെ കേട്ടോ. ഈ 0 എലമെൻറ്റിനെ കിട്ടാനായിട്ട് ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, u എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കൂടെ 0 എലമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ u തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി, ഈ 0 എലമെൻ്റ് ആയിട്ട് 0 മെട്രിക്സിനെ എടുത്താൽ മതി. അപ്പോൾ 0 മെട്രിക്സിനെ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് u തന്നെ ഉത്തരം കിട്ടും. അപ്പോൾ 0 മെട്രിക്സ് 2x2 0 മെട്രിക്സ് ആണ് അവിടുത്തെ 0 എലമെൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നെഗറ്റീവ് എലമെൻറ്റിനെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഒരു മെട്രിക്സും അതിൻ്റെ നെഗറ്റീവ് എലമെൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, -u എടുത്താൽ മതി. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടിക്കോളും. അപ്പോൾ അതാണ് അതിൻ്റെ നെഗറ്റീവ് എലമെൻറ്റ്. പിന്നത്തെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഒക്കെ നിങ്ങൾ ജസ്റ്റ് ആക്സിയംസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എഴുതി വെച്ചാൽ മതി. ക്ലിയർലി ദിസ് ആക്സിയംസ് ഹോൾസ് എന്നുള്ളത് എഴുതി വെച്ചാൽ മതി കേട്ടോ. അത് വിശദീകരിച്ച് ചെയ്യണം എന്ന് നിർബന്ധമില്ല. പിന്നെ ലാസ്റ്റത്തെയാണ് പിന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. അതായത് 1 × u = 1 × ദ മെട്രിക്സ് u. ഇത് അത് എന്തെന്നെ കിട്ടുള്ളൂ, u തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ആ ലാസ്റ്റ് സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി അവിടെ ചെയ്തു വെക്കുക. ബാക്കി ഇടയിൽ വരുന്ന ആ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് ഒക്കെ ഇല്ലേ, അത് ജസ്റ്റ് നമ്പർ ഇട്ട് നിങ്ങൾ ദിസ് ഹോൾസ് ഫോർ എനി മെട്രിക്സ് u ആൻഡ് ഫോർ എനി സ്കെയിലാർ k ആൻഡ് m എന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ കൺക്ലൂഡ് ചെയ്ത് എഴുതുക. ദെർഫോർ എന്ത് എഴുതുക, ദിസ് ഈസ് എ വെക്ടർ സ്പേസ് എന്നുള്ളത് എഴുതി വെക്കുക. ഇത്രയായാൽ പ്രോബ്ലം ആയി കേട്ടോ. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ 2x2 മെട്രിക്സിൻ്റെ കേസിലാണ് ചെയ്തത്. ഒരു m/n മെട്രിക്സ് എടുത്താലും അതേപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതണം എന്നില്ല, കാരണം സെയിം തന്നെയല്ലേ. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതണം എന്നില്ല, ജസ്റ്റ് ഇത് എഴുതി വെച്ചാൽ മതി. ഇത് സെറ്റ് V of all m/n മെട്രീസസ് വിത്ത് ദ യൂഷ്വൽ മെട്രിക്സ് ഓപ്പറേഷൻസ് ഓഫ് അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ വെക്ടർ സ്പേസ്.
വി ക്യാൻ ഡു ദ വെരിഫിക്കേഷൻ ആസ് എബവ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ എക്സാമിന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെയും ചെയ്താൽ മതി. 2/2 എടുക്കുന്നതിന് പകരം m/n എടുത്ത് ചെയ്യണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ.